നിരന്തരം വഴക്കുണ്ടാക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവരുമായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ലെന്നും വേറൊസത്തി വാക്യമുണ്ട്. അങ്ങനെയുള്ള പുരുഷന്മാർ എവിടെ ഇരിക്കണമെന്നും പുസ്തകത്തിൽ. പണ്ട് ഞങ്ങളുടെ ഒരു സഹോദരി മരിച്ചു. ഞാൻ അടക്കത്തിന് അവിടെ ചെന്ന് 2 വാക്ക് പറഞ്ഞപ്പോൾ ഭർത്താവുണ്ട്, അദ്ദേഹം അല്പം രസികനും കൂടാ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിഞ്ഞോട്ടപ്പോൾ എൻ്റെ തോളയിൽ ആരാണ്ട് തട്ടി. ഞാൻ നോക്കിയപ്പോൾ പാപ്പച്ചൻ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ആച്ചാ ആട്ടെ പ്രാർത്ഥിക്കാം, വേർപാട് ജീവിതത്തിൽ ഉണ്ടാകും, ദൈവം ആശ്വാസവും പ്രത്യാശയും തരുന്നല്ലോ, ധൈര്യപ്പെട്ട്. പാപ്പച്ചൻ ആട്ടെ അനീഷ്, അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായി. അതിന്റെ കാരണം ഈ സഹോദരി അലോക്യം ഉണ്ടാക്കുമായിരുന്നു. എന്നും അങ്ങ് അലോക്യമാണ്. ഈ പാപ്പച്ചൻ നേരത്തെ വന്നാ കുറ്റം, താമസിച്ച് വന്നാ കുറ്റം, ഇരുന്നാ കുറ്റം, നിന്നാ മുഴുവൻ കുറ്റമാണ്. പുള്ളി ഒരു നല്ല പരമാർത്ഥിയാണ്, ഒന്നും മിണ്ടത്തില്ല, എതിർക്കത്തില്ല. ഈ സ്ത്രീ എന്നാ പറഞ്ഞാലും പുള്ളി വേറെ പുസ്തകമൊക്കെ വായിച്ച് ഓത്രം പറഞ്ഞിരിക്കും. അപ്പൊ എന്നും അലോക്യമാണ്. അങ്ങ് ഇരുന്നപ്പോഴാ എലിപ്പനി വന്നിയാത്തത്. ദൈവത്തെ ഓർത്തത് പറയരുത്. ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവ് മരിക്കുന്നത് വരെ ദുഃഖിക്കണം. അതുപോലെ നല്ല ഓർമ്മകളായിരിക്കണം. ആ പോയത് പോട്ടെ, പോരടി പാപ്പി എന്നും പറഞ്ഞ് ഓടരുത്. അതുപോലെ തന്നെ ഭർത്താവ് മരിച്ചാൽ ആ സഹോദരി എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവളായിരിക്കണം. പ്രത്യാശയില്ലാതല്ല, എൻ്റെ ആള് കടന്നു പോകണം. അതുപോലെ നല്ല അനുഭവങ്ങളിൽ കൂടെ ജീവിക്കുന്നത് എന്ത് ശ്രേഷ്ഠമാണ്.